മുണ്ടക്കയത്തുനിന്ന് നേരെ ചുരം കയറാൻ തുടങ്ങി. കുട്ടിക്കാനം വഴി, കുമളി കുട്ടിക്കാനം വഴി. കുമളി തേക്കടി വഴി. നല്ല വഴി കേട്ടോ. മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നല്ല വഴിയാണ്. നല്ല വഴി. ഇതുപോലെ റബ്ബറൈസ്ഡ് അങ്ങ് വരാം. നല്ല വഴി. കുട്ടിക്കാനം വരെ. അത് കഴിഞ്ഞാൽ എനിക്ക് വാഗമണ്ണെന്ന് അറിയില്ല. വണ്ടി റോഡിന്റെ അലൈൻമെന്റ് ഒരു പ്രത്യേക രീതിയല്ലേ? അങ്ങനെ ലെവല് കുഴപ്പമില്ല, ഒഴുക്കുണ്ട് അല്ലേ വണ്ടിക്ക്. ഒന്ന് നിർത്തിയാൽ മതി, ഞാൻ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. രജു വാ 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 വാ. എൻ്റെ അമ്മച്ചിയോ, എന്താ വ്യൂ! എന്തൊരു ഭംഗിയാ നോക്ക. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. നമ്മൾ കുട്ടിക്കാനത്തിന് പോകുന്ന വഴി, മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തിലേക്ക് പോകുന്ന ചുരം കയറി ഒരു 3-4 കിലോമീറ്റർ വരുമ്പം തന്നെയുള്ള ഒരു വ്യൂ ആണിത്. അസാമാന്യ വ്യൂ ആണ്, ഭയങ്കര വ്യൂ, ഇല്ല പറയാൻ വയ്ക്കും. താഴെ കൈതയുടെ ഒരു തോട്ടമാണ്, അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ. താഴ്വാരമല്ലേ? ബോയ്സ് എസ്റ്റേറ്റ്. അടിപൊളി കേട്ടോ, സൂപ്പർ. ഇത് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കിട്ടുന്നുള്ളതിനെ എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നേരിട്ട് കാണാം. അടിപൊളി, സൂപ്പർ. മഴക്കാലത്ത് പേടിയാവൂല പോവാനല്ലേ? ഇത് ഭീകരമാണ്. പക്ഷെ ഇതൊക്കെ തന്നെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോയ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം തവാങ്ങിലേക്കൊക്കെ ഉള്ള വഴി എന്ന് പറഞ്ഞാണ്ടല്ലോ, എൻ്റെ അമ്മ ഭീകരത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങ് എക്സ്ട്രീമാണ്.
ചെറുതാണെങ്കിലും നല്ല രസമുണ്ട്. അടിപൊളി. കുട്ടിക്കാനം. ഓക്കെ. കുമളി 36 കിലോമീറ്റർ, കട്ടപ്പന 40 കിലോമീറ്റർ, വാഗമൺ 23 കിലോമീറ്റർ, പീരുമേട് 4. കുട്ടിക്കാനം ജംഗ്ഷൻ നേരെ മുമ്പിൽ കാണുന്നതാണോ മരിക്കോടെ? മരിയൻ കോളേജാ? ഓക്കെ ഓക്കെ. മരിയൻ ഇന്റർനാഷണൽ. വലത്തേക്ക് കുമളി, ഇടത്തേക്ക് കട്ടപ്പന. കട്ടപ്പന 40 കിലോമീറ്റർ, ഏലപ്പാറ 8. മരിയൻ കോളേജ്. മരിയൻ കോളേജ് കുട്ടിക്കാനം. ഇത് എന്താ എഞ്ചിനീയറിംഗ് കോളേജ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. മരിയൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ. കുട്ടിക്കാനം ചർച്ച്. അങ്ങനെ ചുരം കയറി മുകളിലെത്തി കുട്ടിക്കാനത്ത് എത്തിയപ്പോഴത്തേക്കും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുണ്ടക്കയത്തൊന്നും മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലല്ലേ? അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു. നേരെ ചുരം കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും നമുക്ക് മൊത്തം കാലാവസ്ഥ മാറി. ഇനി നല്ല, പക്ഷെ വേറൊരു കാര്യമാണ്, ഇതിന് വേറൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇപ്പോൾ കോടയൊക്കെ മൂടിയേ നല്ല മിസ്റ്റി ആയിട്ടുള്ള വ്യൂ അടിപൊളിയായിട്ട് കിട്ടും. വയനാട്, ഇടുക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴേ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇടുക്കിയിൽ കൂടുതൽ ഈ തേയില തന്നെയാന്ന് തോന്നുന്നല്ലേ? വലിയ തോട്ടങ്ങളുണ്ട്. എൻ്റെ അമ്മച്ചിയോ എന്താ രസം. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഈ വ്യൂ? അത് വാഗമൺ റൂട്ടാണെന്നാണ് തോന്നുന്നത്. താഴെ വണ്ടികളാണ് വരുന്ന റൂട്ട്. ഏലപ്പാറ വാഗമൺ റൂട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും അതിമനോഹരമായിട്ടുണ്ട്. സന്തോഷമായി. സൂപ്പർ. പോവാനെ സൂപ്പർ അല്ലേ? ഓ, ഈ കുന്നിൻ്റെ മുകളിൽ വേറൊരു കുന്ന്. അതേതാ കുന്നത് അറിയോ? ആ കുന്നിൻ്റെയൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊടൈക്കനാലിനേക്കാളും ഹൈറ്റുണ്ടാവും. ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്താൽ വേറെ എന്താ നമ്മുടെ കേരളത്തിന് വേണ്ടത്? ഓ സൂപ്പർ. തേയില നെല്ലുന്ന ആൾക്കാരാണ്. ശരി, ഏലപ്പാറ ടൗൺ. ആയിക്കോട്ടെ.
മനസ്സിലായി വാഗമൺ 15 കിലോമീറ്റർ, ഇടുക്കി ഡാം 54 കിലോമീറ്റർ, ശരി അത് ചെയ്യാം. മൂന്നാർ 108 കിലോമീറ്റർ. ശരി 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 ശാന്ത. പശുക്കള് റോഡ് ബ്ലോക്ക് ചെയ്തോ? അങ്ങനെ നമ്മൾ വാഗമണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഗമണ്ണിലെ അതിമനോഹരമായ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച കൃത്യം 12 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.